ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരു പണി കിട്ടിയ രാത്രിയാണ് കേട്ടോ ഇത്. എന്താണെന്ന് ഞാൻ പറയാം. നമുക്ക് ശനിയാഴ്ച ഞാൻ ഉച്ചയായപ്പോഴത്തേക്കും മീൻകറിയും മീൻ വറക്കാനുള്ളതും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ പിറ്റേ ദിവസത്തേക്കും കൂടെ ഉദ്ദേശിച്ചാണ് കേട്ടോ നമ്മൾ മീൻകറിയൊക്കെ ഉണ്ടാക്കണം. എപ്പോഴും മീൻകറിയൊക്കെ 2-3 ദിവസമൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ച് ഞായറാഴ്ച അത്ര പണി കുറഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നേ. എന്നിട്ട് ഞായറാഴ്ച ആയപ്പോഴത്തേക്കും നമ്മൾ ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയി. ഉച്ചയ്ക്ക് നമ്മൾ ഇവിടെ നിന്നല്ല ചോറുണ്ട്, പുറത്തുനിന്ന് ഉണ്ടത്, എൻ്റെ വീട്ടിൽ നിന്നാട്ടോ ഉണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വൈകുന്നേരം നമ്മുടെ ആമ്പല്ലൂർ വീട്ടിലും ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വന്ന് വയ്യാതെ ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ബാമൊക്കെ പുരട്ടി കിടന്നു. അപ്പോൾ ഞാൻ അരുവനോട് പറഞ്ഞു, അരുവയുടെ ഫ്രിഡ്ജിൽ നിന്ന് മീനൊക്കെ വറുക്കാനുള്ളതെടുത്ത് പുറത്ത് വെച്ചേക്കാൻ പറഞ്ഞു. മീൻകറി ഞാൻ ഫ്രിഡ്ജിലല്ല വെച്ചത്, പുറത്താണ് വെച്ചത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഞാൻ കിടന്നു, റെസ്റ്റ് എടുത്തു. ഒരു 8:15 ആയപ്പോഴത്തേക്കും എഴുന്നേറ്റിട്ട് ചോറൊക്കെ തിളപ്പിക്കാം, മീൻകറിയൊക്കെ വറക്കാം, മീൻകറിയൊക്കെ ചൂടാക്കാം എന്നൊക്കെ വിചാരിച്ച് എഴുന്നേറ്റ് അടുക്കളയിൽ വന്ന് എൻ്റെ മീൻകറിയുടെ അടപ്പ് തുറന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ പത വന്നിരിക്കുക. പിന്നെ എന്ത് ചെയ്യാനാ, ഞാൻ ചെയ്ത അബദ്ധങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. കാരണം രാവിലെ ഡാൻസ് ക്ലാസ്സിന് പോയപ്പോൾ ഒന്നും ഞാൻ മീൻകറി ചൂടാക്കിയില്ലായിരുന്നു. മുളക് ചാറാണ് വെച്ചത്. പക്ഷേ എന്തോ എനിക്കറിയില്ല, നല്ല മീനൊക്കെ തന്നെയായിരുന്നു. കാരണം നമ്മൾ ശനിയാഴ്ചയൊക്കെ കൂട്ടിയതാണല്ലോ. ചാളക്കറിയായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ എന്താ അങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഞായറാഴ്ച ഒന്നും മീൻകറി ചൂടാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ ചീത്തയായിപ്പോയത്. അപ്പം പിന്നെ നമ്മൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമല്ലോ, ഇനി അടുത്തത് എന്ത് ചെയ്യാമെന്ന്. അല്ലെങ്കിൽ നമ്മൾ മീൻ വറുത്തത് മാത്രം കൂട്ടി തിന്നണമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് തക്കാളിയും കുറച്ച് ഉരുളക്കിഴങ്ങും സവാളയും ഉള്ളി, കുഞ്ഞുള്ളിയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പുറത്ത് നമ്മുടെ മുറ്റത്ത് നമ്മുടെ സ്വന്തം വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. വഴുതനങ്ങയും 2 വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ വെണ്ടയ്ക്കയും എടുത്ത് നമുക്ക് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അരുവേട്ടൻ വെണ്ടയ്ക്കയൊക്കെ മുറിച്ച് സാമ്പാറൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നാളത്തേക്കുള്ള വഴുതനങ്ങ തോരനും ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാ വഴുതനങ്ങയും ഇങ്ങ് പറിച്ചെടുത്ത്. അപ്പോൾ പക്ഷെ നമ്മളിങ്ങനെ വയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോഴൊക്കെ നമ്മൾ കറി വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ വയ്യായൊക്കെ അങ്ങ് മറക്കുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ എഴുന്നേറ്റ് പണിയുവാട്ടോ ഞാൻ. അല്ലെങ്കിൽ മീൻ വറുത്തത് മാത്രം കൂട്ടി കഴിക്കണ്ടേ. അപ്പോൾ പിന്നെ നാളത്തേക്ക് അപ്പോൾ എനിക്ക് ഇത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നാളത്തേക്ക് എനിക്ക് അത്ര വലിയ പണി ഉണ്ടാവില്ല. എനിക്ക് സ്കൂളിൽ സാമ്പാറും കൊണ്ടുപോകാം, വഴുതനങ്ങ തോരനും കൊണ്ടുപോകാം. അങ്ങനെ അപ്പോൾ വഴുതനങ്ങ തോരനും വെച്ച് സാമ്പാറും കറിയും വെച്ച് മീനും വറുത്ത്. അപ്പോൾ സാമ്പാറിൽ നമുക്ക് 2 വെണ്ടയ്ക്കായിട്ടേ കിട്ടിയുള്ളൂ. അപ്പോൾ ഈ സാമ്പാറിൻ്റെ ബാക്കി കഷ്ണങ്ങൾ ഇടുമ്പോൾ ആ കൂട്ടത്തിൽ വെണ്ടയ്ക്ക ഇടാറില്ല. ഇങ്ങനെ ഭയങ്കര ഞോളപ്പോലെ ഇങ്ങനെ ഉടക്കില്ലേ, അതൊന്നും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കടുകൊക്കെ പൊട്ടിക്കണതിൻ്റെ കൂട്ടത്തിലാണ് ഒരു പെട്ടെന്നൊരു സാമ്പാർ വെപ്പാട്ടോ. ഇവിടെ മല്ലിയിലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാതെ വെക്കുന്ന ഒരു സാമ്പാറാണല്ലോ. അപ്പോൾ തട്ടിക്കൂട്ട് സാമ്പാർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു സാമ്പാറൊക്കെ ആയിരുന്നു. പക്ഷെ നല്ല രുചിയാട്ടോ, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഒരു 9 മണി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു 9:15 ആയിട്ടോ. 9:30 ആയപ്പോഴത്തേക്ക് എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കറി വെപ്പും പണികളും ഒക്കെ ഇങ്ങനെ ചെറുതായിട്ടങ്ങ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 9:30 കഴിഞ്ഞപ്പോഴത്തേക്കും ചോറൊക്കെ തിന്ന്. അപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ തലവേദനയൊക്കെ കുറച്ച് കുറഞ്ഞു. തലവേദനയൊക്കെ കുറഞ്ഞില്ല, ഞാൻ മറന്നുപോയി തലവേദനയാണല്ലോ വയ്യല്ലോ എന്നൊക്കെ ഉള്ള സംഭവമൊക്കെ മറന്നുപോയായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു കഥ. പിന്നെ ഈ വഴുതനങ്ങയൊക്കെ പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് അങ്ങനെ വഴുതനങ്ങയൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു, അങ്ങനെ കഴിക്കില്ലായിരുന്നു കേട്ടോ. നമ്മൾ അരുവൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിലും അതെ, നമ്മൾ കഴിക്കാറില്ല, എനിക്ക് അത്ര ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ സ്വയം അത് നട്ട് വളർത്തിയപ്പോൾ എനിക്ക് ഭയങ്കര രുചി തോന്നി. അതങ്ങനെയാണല്ലോ അല്ലെങ്കിലും അല്ലേ. ഓക്കെ, അപ്പം ഞങ്ങളൊക്കെ എന്നാൽ ചോറുണ്ടട്ടെ. ഓക്കെ, ബൈ, പിന്നെ കാണാം.